അസ്സലാമലൈക്കും. എല്ലാ മണിക്കൂർക്കും സുഖാണെന്ന് വിചാരിക്കണു. മനെ കണ്ടിട്ട് കൊറേ കാലായിക്കണോന്ന് എല്ലാരും. തിരക്കല്ലേ? എന്താ പരിപാടി? ഓരോരോ തിരക്കിലായിട്ട് ഉമ്മാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് അടുത്ത പേര് കേൾക്കൂല. ഉമ്മാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒറ്റക്കല്ലേ, അപ്പൊ എന്താ സംസാരിക്ക, എന്താ ഡെയിലി എന്താ പറയാന്ന് അറിയാത്തോണ്ടാണ് ഉമ്മ അങ്ങനെ നിക്കാത്ത വെച്ചാൽ. അപ്പൊ ഞാൻ തിരക്കിലാണ്, ഞാൻ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും തിരക്കിലാണ്. അപ്പൊ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മഞ്ചേരിയിൽ പരിപാടി ഉണ്ട്, പ്രോഗ്രാം ഉണ്ട്, ആനുവൽ ഡേ. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഒരുപാട് സ്കൂളില് നമ്മള് ആനുവൽ ഡേക്ക് ഗസ്റ്റ് ആയിട്ടും പ്രോഗ്രാമായിട്ടും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് ജലദോഷമാണ്. ഇന്ന് മഞ്ചേരിയിൽ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ പ്രോഗ്രാം പോവാണ്. പോയിട്ട് അവിടുന്ന് നേരെ ഞാൻ എന്ത് ചെയ്യും, ജിൻസിന്റെ അടുത്ത് പോകും. രാത്രി 2-3 മണിയാവും ചിലപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട്. അങ്ങനെ പോകുമ്പോ അങ്ങനെ 2-3 മണിയാവും. അങ്ങനെ പോയിട്ട് ഞാന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ പോവൂലേ, പോയിട്ട് നിങ്ങള് നാളെ എങ്ങനെ വരിക? നാളെയാണ് അഡ്മിറ്റ് കേട്ടോ. ഈ ശരിക്കും ഇന്നാണ് അഡ്മിറ്റ്, മനസ്സിലായോ? അല്ല, ശരിക്കേ 16-ാം തീയതി ഇന്നാണ് അഡ്മിറ്റ്. അല്ല, ഡോക്ടർ പറഞ്ഞു ഞാൻ ഉണ്ടാവും പറഞ്ഞു. പക്ഷെ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് നാളെ ആക്കിയതാ. അപ്പൊ ഞാൻ പോയിട്ട് ഞാന് വിളിക്കാം. അപ്പൊ ആരെങ്കിലും കാറോ ഓട്ടോറിക്ഷേ എന്തെങ്കിലുമൊക്കെ സെറ്റ് ആക്കി. ബുദ്ധിമുട്ടാണ്, പക്ഷെ ഓളല്ലാതെ ആരും ഇല്ലല്ലോ. ഇനി ഓളും അങ്ങനെ കഴിച്ചാണ് ഇപ്പൊ പോവാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ അല്ലേ? കുഴപ്പമൊന്നും ഇല്ലായിരിക്കട്ടെ. പിന്നെ ആ കുട്ടിന്റെ വീഡിയോ ചെയ്തിരുന്നില്ല ഞാന്, ഒരു കുട്ടിയുടെ 24 മണിക്കൂർ കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടേ 60 ലക്ഷം രൂപ. അതായത് നിനക്ക് മനസ്സിലായോ? 24 മണിക്കൂർ കൊണ്ട് 60 ലക്ഷം റുപ്യ വന്നിട്ടുണ്ട്. അതിന്റെ ഇപ്പൊ വിളിച്ചിരുന്നു. ഇപ്പൊ പറയണേ, ഞാന് അങ്ങട്ടായിട്ട് വിളിച്ചതല്ല, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് ചെയ്തതല്ലേ. ഒരുപാട് നന്ദിയുണ്ട്, എത്ര നന്ദി പറഞ്ഞാലും തീരൂല. പാവം. എന്താ അറിയോ, ഇതോടെ തീർന്നിട്ടില്ല. വെന്റിലേറ്ററില്ലേ, എന്ത് അത് കുടിക്ക് മേടിക്കുക കുട്ടിനെ കടത്താന്. ചിലപ്പോ 1 വർഷം, ചിലപ്പോ 2 വർഷമൊക്കെ കടത്തേണ്ടി വരുമെന്ന്, മനസ്സിലായോ? അപ്പൊ അതാണ് ഏറ്റവും വലിയ സങ്കടം. അപ്പൊ പൈസ ഒക്കെ ആയി. ഇനി എന്താ അപ്പൊ അങ്ങനൊക്കെ ആയിട്ട് അത് സീനൊന്നുമില്ല. എന്നാലും ഇനിയിപ്പോ പൈസ അങ്ങനെ ഉണ്ടായിക്കോളും. ഇപ്പത്തെ കാലം പൈസ ഇല്ലാതെ എന്താ നടക്ക? ഇപ്പത്തെ പൈസ ഉണ്ടെങ്കിൽ തന്നെ ആളെ നിരവകട് മാറും. കരയണ്ടോ? ഇപ്പൊ അങ്ങനെയാണ് കരയണ്ട. ഇപ്പത്തെ കാലം അങ്ങനെയാണ്. പക്ഷെ പൈസ കാലത്തെ കിട്ടും, എങ്ങനെങ്കിലൊക്കെ കിട്ടും. രോഗമൊന്നും തരാതിരിക്കട്ടെ. സംഭവം രോഗം എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കണ്ടേ. കാരണം പൈസ ചിലപ്പോ കടല്ലാതെ നല്ല രീതിയിൽ ഇതിനോടില്ലാതെ ജീവിച്ചാൽ മതി. അല്ലാതെ തോനൊന്നും വേണ്ട. അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. കടൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഇതിനോടില്ലായിരുന്നു അങ്ങനെ ജീവിച്ചാൽ മതി. അങ്ങനെ ജീവിക്കട്ടെ. അപ്പോ അവിടെ എത്തിയിട്ട് നാളെ രാവിലെ ഉച്ചക്കൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകും. പിന്നെ എന്താന്നുള്ളതൊക്കെ ഡോക്ടർ പറയുന്നുണ്ടാവും. അപ്പൊ വീഡിയോ കുഞ്ഞോള് പ്രസവത്തിനെ എപ്പഴാ കൊണ്ടുപോയിന്? വേദന തട്ടിയിട്ടാ പോയി? അല്ല, ഇല്ല, വേദന തട്ടിയിട്ടാ പോയി. പോയത് 2 ആൾക്കും അങ്ങനൊക്കെ ഉണ്ടാവോ?
എന്നിട്ടോ അന്ന് തന്നെ പ്രസവിച്ചോ കുഞ്ഞോള്? അന്ന് തന്നെ സമയം പോണതാണ്. അങ്ങനെ പറയില്ലേ? എത്ര മണിക്കൂർ കൊണ്ടാന്നൊക്കെ പറയോ? പറയില്ലേ? എത്ര ചെന്നൈക്ക് തന്നെ എത്ര മണിക്കൂർ? മരുന്നുകളൊക്കെ വേദന വരുന്ന മരുന്നുകളൊക്കെ അതൊക്കെ നോക്കുമ്പോ പ്രസവം നടക്കും. ജിൻസി പറഞ്ഞു കേട്ടോ, അതായത് ചെല്ലുമ്പോ എന്തെങ്കിലും മരുന്നൊക്കെ വേദന ഉണ്ടാക്കും. കുഴപ്പമൊന്നും ഇല്ലായിരിക്കട്ടെ. കാരണം ഭയങ്കര ഓൾക്കാണെങ്കിലും ഫസ്റ്റ് പ്രസവമായതുകൊണ്ട് ഭയങ്കര വീട്ടുകാരോട് സമാധാനം കുഴപ്പമൊന്നുമില്ലായിരുന്നാണ്. ഉമ്മയും പിന്നെ കുഞ്ഞോളൊക്കെ പാടെ അങ്ങോട്ട് വരും, ഹോസ്പിറ്റലിലേക്ക് വരും, ശാന്തി ഹോസ്പിറ്റലിലേക്ക്. പിന്നെന്താ കുഴപ്പമൊന്നുമില്ല, ഒക്കെ ശരിയാവും. എല്ലാരും ചോദിക്കണേ ജിൻസി പ്രസവിച്ചോ, ജിൻസി പ്രസവിച്ചോ, ജിൻസി പ്രസവിച്ചോ. ജിൻസി പ്രസവിക്കാനായി. ഇന്ന് പോയിട്ട് 4 രാത്രി പ്രസവം നടക്കട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നാല്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങള്. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് ഞാൻ അവിടുത്തെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വിചാരിച്ചു ആർക്ക് ചുമയുണ്ട്, ചുമയുണ്ട്, കഫക്കെട്ടും ഉണ്ട്. പാല് ഇപ്പൊ കുടിക്കലില്ലാവുന്നുണ്ട്. ആദ്യം കുടിച്ചു. എന്നിട്ടൊക്കെ പാല് തരുന്നേ. എനിക്ക് കഫക്കെട്ടുണ്ടേ. വെറുതെ അല്ല മാറാത്തത്, വെറുതെ അല്ല മാറാത്തതിന്റെ. ഇന്നെന്താ മാറുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് മക്കളെ. ലാസ്റ്റ് എന്താ ഉണ്ട്, പൈസ കൊടുക്കണ്ടല്ലോ പാല് നിർത്തുകയാണെങ്കിൽ. ഇതുവരെല്ല എത്ര ദിവസം കുടിച്ചു ഞാൻ? എത്ര ദിവസമായി പാല് കുടിക്കാൻ കൊടുത്തിട്ട്? ഞാൻ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ, 1 മാസം കഴിച്ചിട്ടുള്ളൂ. നനച്ചുള്ളി കഴിഞ്ഞില്ലേ? നനച്ചുള്ളി പണി കഴിഞ്ഞു. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. പിന്നെ എന്താ എന്നോട് പറയാ വെച്ച എന്നെ വെച്ച എനിക്ക് കാല് കൊള്ളിച്ച മിക്സ് ഇതന്നെ പണി. പിന്നെ ഇങ്ങനെ അവനോട് എന്താ പറയാ? മുസ്താഖ് പറഞ്ഞിട്ട് പേതിയാളെ കവറൊക്കെ ഊരി മുസ്താഖ് കൂടിട്ടോ. മുസ്താഖ് എല്ലാത്തിനും കൂടും. ഞാൻ അന്ന് ചെന്നപ്പോണ്ടേ, ഞാൻ അന്നേ കുഞ്ഞോളെ കുടിക്ക് ചെന്നപ്പോ കൂടല്ലോ. കഴിഞ്ഞ നെൽച്ചോളിയൊക്കെ നമുക്ക് വിചാരിച്ചു അടുത്ത നെൽച്ചോളിയൊക്കെ ചെറുകുട്ടി വരുന്നുണ്ടല്ലോ, ആ കുട്ടി ഉണ്ടാവുമല്ലോ തോണ കൂടാനെന്ന് വിചാരിച്ചു. അപ്പൊ നെൽച്ചോളിയൊക്കെ കെട്ടില്ല. ഞാൻ അടുത്ത നെൽച്ചോളിയൊക്കെ അങ്ങനെ ഒരട്ടം ഞാനേ മേച്ചേരിക്ക് പോയപ്പോണ്ട് മുസ്താഖിന്റെ ബുള്ളറ്റ് കഴുകുക. വൃത്തിയാക്കിക്കണോക്കാം ചെയ്തു. എല്ലാടെ വൃത്തിയാക്കി ഒക്കെ വല്ലാതെ വൃത്തിയാക്കി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും പാട്ടുകളൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളൊക്കെ വൃത്തിയാക്കി എല്ലാതെ വൃത്തിയായിരുന്നു ഗൈസ്. അതിനെന്താ തരണ്ടി? വൃത്തിയാക്കി എന്താ തരണ്ടി? റമദാൻ മാസം വൈദ്യുത മാസ വരുന്നതേ, അതിനാണ്. റമദാൻ മാസത്തിൽ ഉമ്മായി അവിടെ കാരം അവിടെ സ്കാരമായി ഉണ്ടാവൂലേ? തറാസ്കരിച്ചാലും എല്ലാതും അവിടെ നടക്കും. അപ്പൊ എന്തായാലും ഞാൻ പോട്ടെ. എന്റെ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. മറ്റേ എന്റെ രീതിയിൽ എന്റെ പ്രസവം നടന്നു നല്ല രീതിയിലായിക്കട്ടെ. ഇല്ലായിരിക്കട്ടെ, അതാ വേണ്ടത്. ശരിയല്ലേ? പോട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം കേട്ടോ. എല്ലാവരോടും മണിത്തലെ കുറെ 2 ദിവസമായിട്ട് 5 ദിവസമായിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ ഇനി മുതൽ അടിപൊളിയായിട്ട് വീഡിയോസ് ഉണ്ട് എപ്പോഴും കേട്ടോ. കാരണം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുവരേക്കും ടാറ്റ ബൈ.